بسم الله الرحمن الرحيم. كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفعينا بالخلق الأول بل هم في لبس من خلق جديد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1818 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفعينا بالخلق الأول بل هم في لبس من خلق جديد. صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിൽ ചില സമൂഹങ്ങളെ അള്ളാഹു പരാമർശിക്കുകയാണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തോട് വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച ആളുകളെ സമാനമായ സമീപനം പൂർവിക കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതന്മാരോട് സ്വീകരിക്കുകയുണ്ടായ ചില പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു. മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. പാരത്രിക ജീവിതം എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് സംഗതികളെയും ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ സൂറത്ത് ഖാഫിൽ വിവരിക്കപ്പെടുന്നത്. എൻ്റെ ആദ്യത്തെ 12-11 ആയത്തുകളിലായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പുനരുത്ഥാനത്തിന്റെ സാധ്യത, പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന ഒരു സംഗതി വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അതൊരു യാഥാർത്ഥ്യമാണ്, സാധ്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില പ്രാപഞ്ചിക വസ്തുതകൾ ഈ ആളുകളുടെ മുന്നിൽ അള്ളാഹു വിവരിക്കുകയുണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തില് മഴ ലഭിക്കാതെ മൃതാവസ്ഥയിൽ നൂറ്റാണ്ടുകൾ തന്നെ അല്ലെങ്കിൽ ദീർഘമായ കാലം കിടക്കുന്ന ഭൂപ്രദേശങ്ങളിൽ മഴ വർഷിപ്പിക്കുകയും അതിനെ തുടർന്ന് അവിടെ ജീവൻ കിളിർത്തു വരികയും ചെയ്യുന്നത് പരാമർശിച്ചുകൊണ്ടാണ് കദാലിക്കൽ ഖുറൂജ് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അള്ളാഹു തന്റെ ദാസന്മാർക്കായിട്ട് അവരുടെ ജീവിത ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഭൂമിയിൽ ചെടികളും മരങ്ങളും വൃക്ഷങ്ങളൊക്കെ മുളപ്പിച്ചുണ്ടാക്കുന്ന
മഴ വർഷിപ്പിക്കുകയും അതിനെ തുടർന്ന് ചെടികളും മരങ്ങളും ഒക്കെ മുളച്ചുണ്ടാകുന്ന ആ പ്രക്രിയയെ കുറിച്ച് പരാമർശിച്ചിട്ട് അള്ളാഹു പറയുകയാണ്. ഈ വിധത്തില് മൃതമായി കിടന്ന, ജീവന്റെ തുടിപ്പില്ലാത്ത വിധത്തിൽ കിടന്ന ഭൂപ്രദേശത്തെ അള്ളാഹു ജീവസ്വറ്റതാക്കി മാറ്റുന്നു. ഇതേപോലെ തന്നെയാണ് കദാലിക്കൽ ഖുറൂജ്, ഇതേപോലെ തന്നെയാണ് മരിച്ചു മണ്ണടിഞ്ഞു പോയ ആളുകളെ അവരുടെ അവശിഷ്ടങ്ങളിൽ നിന്നായിട്ട് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരുന്ന കാര്യം എന്നതാണ് ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ചില സമൂഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഈ അഭിസംബോധിത സമൂഹത്തെ വീണ്ടും ആ വിഷയത്തെ കുറിച്ച് ഉണർത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിലായിട്ട്. കസ്സബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ, നേരത്തെ പിന്നിട്ട കാലത്ത് നൂഹിന്റെ ജനത നിഷേധിക്കുകയുണ്ടായി, കളവാക്കുകയുണ്ടായി. കസ്സബത്ത് ഖബ്ലഹും, ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനത, ഖൗമു നൂഹിൻ, നൂഹിന്റെ ജനത നിഷേധികളായി മാറി. അസ്ഹാബുർ റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഖുർആൻ ആ വിധത്തിൽ പരാമർശിക്കുന്ന ഒരു സമൂഹവും അങ്ങനെ നിഷേധികളായി, കളവാക്കുന്നവരായി മാറി. സമൂദ് സമൂഹവും, സമൂദ് ഗോത്രം അല്ലെ സമൂദ് സമുദായവും അങ്ങനെ തന്നെ നിഷേധികളായി മാറി. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അവരൊക്കെയും തന്നെ കളവാക്കിക്കൊണ്ടിരുന്നു. ആദ് സമൂഹവും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഫിറൗനും ഇഖ്വാനു ലൂത്തിന്റെ സഹോദരന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ദൂതന്മാരോട് പ്രതികരിച്ചത്. അസ്ഹാബുൽ ഐക്കയും അങ്ങനെ തന്നെയാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനെ കളവാക്കുകയുണ്ടായത്. ഖൗമു തുബ്ബായ് ജനതയും ആ വിധം അള്ളാഹുവിന്റെ ദൂതനെ നിഷേധിക്കുകയായിരുന്നു. കുല്ലുൻ കസ്സബ റൂസുല, ഇവരൊക്കെയും തന്നെ ദൂതന്മാരെ നിഷേധിക്കുകയും ഫഹഖ വഈദ്, അവരുടെ മേൽ നമ്മുടെ ഭീഷണി സത്യമായി പുലരുകയും ചെയ്തു. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ചില സമൂഹങ്ങളുടെ പേരുകളാണ്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങളാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് പൊതുവായിട്ട് പറയുന്നത് കുല്ലുൻ കദ്ദബ റുസുല ഫഹഖ വഈദ്, ഇവരൊക്കെയും തന്നെ ദൂതന്മാരെ നിഷേധിക്കുന്നവരായി. എല്ലാ ദൂതന്മാരെയും അവർ നിഷേധിച്ചു എന്ന നിലക്കല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആളുകള്, ഈ സമൂഹങ്ങൾ അവരുടെ സമൂഹങ്ങളിലേക്കായിട്ട് അള്ളാഹു നിയോഗിച്ചയച്ച ദൂതന്മാരെയാണ് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അവരെ കളവാക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ നമ്മുടെ കാലഘട്ടത്തില് നമ്മുടെ അടുക്കലേക്ക് ഒരു ദൂതനെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ട് ആ ദൂതനെ അംഗീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവുന്നില്ലെങ്കിൽ അത് ദൂതന്മാര് തുടക്കം മുതൽ ഇതപര്യന്തം നിർവഹിച്ചിട്ടുള്ള ദൗത്യത്തെ അല്ലെങ്കിൽ അവരുടെ സന്ദേശത്തെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ്. അപ്പൊ ഒരു ദൂതനെ നമ്മൾ നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ ആ ദൂതൻ നിർവഹിച്ച കാര്യം തന്നെയാണ് പൂർവിക ദൂതന്മാരൊക്കെയും തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെയൊക്കെ നിഷേധിച്ചതിന് തുല്യമാണത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കുല്ലുൻ കദ്ദബ റുസുല, ഈ സമൂഹങ്ങളൊക്കെയും തന്നെ ദൂതന്മാരെ നിഷേധിക്കുകയായിരുന്നു. പൊതുവായിട്ട് അള്ളാഹു പറയുകയാണ്, അവരൊക്കെയും തന്നെ പ്രവാചകന്മാരെ നിഷേധിച്ചവരാണ്. അപ്പോ എന്താണ് അതിന്റെ അനന്തരഫലമായിട്ട് ആഖിബത്തായിട്ട് സംഭവിച്ചത്? ഫഹഖ വഈദ്, നമ്മുടെ താക്കീത് അല്ലെങ്കിൽ നമ്മുടെ ഭീഷണി, അവർക്ക് നാം ഒരു താക്കീതിന്റെയോ ഭീഷണിയുടെയോ സ്വരത്തിൽ ചില കാര്യങ്ങൾ ദൂതന്മാർ മുഖേന അവരോട് പറയുകയുണ്ടായിട്ടുണ്ട്. ആ സംഗതി സത്യമായി പുലർന്നു. അത് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ
നടപടി ഉണ്ടാവുന്ന ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള താക്കീതായിരുന്നു. പക്ഷെ അതും അവര് ദൂതന്മാരെ തള്ളിക്കളയുന്ന കൂട്ടത്തില് ആ മുന്നറിയിപ്പും താക്കീതും ഭീഷണിയും ഒക്കെ നിസ്സാരമായി കണ്ടുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. പക്ഷെ അവർ നോക്കി നിൽക്കെ ആ താക്കീത്, ആ ഭീഷണി അവരുടെ കാര്യത്തില് അവരുടെ മേൽ സത്യമായി സംഭവിക്കുകയാണ് ഉണ്ടാവുന്നത്, സത്യമായി പുലരുകയാണ് ഉണ്ടാവുന്നത്. ഇതാണ് അവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ, നാം ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് സൃഷ്ടികർമ്മം ഒന്നാമത്തെ തവണ ചെയ്തത് അതുവഴി നാം ആകെ തളർന്നു പോയോ എന്നതാണ് ചോദ്യം. അഫഅഈന എന്ന് പറഞ്ഞാൽ നാം ക്ഷീണിച്ചു പോയോ, അവശനായി പോയോ എന്നാണ്. അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ, ഈ പ്രഥമ സൃഷ്ടിപ്പ് കാരണമായിട്ട് ഒന്നാമത്തെ സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ തന്നെ നാം ആകെ ക്ഷീണിച്ച അവശനായി പോയോ, പിന്നീട് അവരെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നാം തളർന്നു പോയോ എന്നതാണ് ചോദ്യം. അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ, അങ്ങനെയല്ല, ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, അവര് പുതിയൊരു സൃഷ്ടിപ്പിന്റെ സാധ്യതയെ കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിലാണ്. ഇതാണ് അള്ളാഹു കൊടുന്ന് പറയുന്നത്. പുതിയൊരു സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവനമാണ്. എല്ലാവരെയും പുനരുദ്ധരിക്കുന്ന, എല്ലാവരെയും വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ പ്രക്രിയ, അത് സംബന്ധമായി അവര് ഈ ലബസിൻ, വലിയ സന്ദേഹത്തിലും സംശയത്തിലും ആശയക്കുഴപ്പത്തിലും ഒക്കെയാണ്. ലബസ് എന്നതിന് ആശയക്കുഴപ്പവും സംശയവും സന്ദേഹം എന്നൊക്കെ അർത്ഥം കാണാം. ഉദ്ദേശിക്കുന്നത് അത് നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് അവരെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് ആകെ ആശയക്കുഴപ്പമായി. അവര് അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തിയ ചില ഊഹങ്ങളാണ് അവരെ ഈ ആശയക്കുഴപ്പത്തിൽ ചാടിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ തവണ സൃഷ്ടികർമ്മം നടത്തിയതോടെ തന്നെ അള്ളാഹു ആകെ തളർന്ന അവശനായിപ്പോയി. ഇനി ഒരിക്കലും തന്നെ അവരെ പുനരുജ്ജീവിപ്പിക്കുകയില്ല എന്ന വിധത്തിലാണല്ലോ വളരെ ബാലിശമായിട്ട് അവര് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോ അതിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അങ്ങനെയല്ല, വസ്തുത ഇതാണ്. ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, പുതുതായി സൃഷ്ടിച്ച് ഇവരെ വീണ്ടും കൊണ്ടുവരുന്ന കാര്യത്തെ അവര് വലിയ സന്ദേഹത്തിലും ആശയക്കുഴപ്പത്തിലുമായിക്കൊണ്ടാണ് നോക്കിക്കാണുന്നത്. അവർക്കതിൽ വ്യക്തമായ ഒരു ധാരണയൊന്നുമില്ല. നിഷേധിക്കുന്നു എന്നത് തന്നെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിഷേധവുമല്ല. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന കൃത്യമായ ദൃഢമായ ബോധ്യമുള്ളത് കൊണ്ടല്ല അവര് പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന സംഗതി അവർക്ക് ബോധ്യമായില്ല എന്ന നിലക്കാണ് അവര് അതിനെ നിഷേധിക്കുന്നത്. അപ്പോ ഈ ആളുകള് സ്വാഭാവികമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തള്ളിക്കളഞ്ഞപ്പോ അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഫഹും ഫി അംരിൻ മരീജ് എന്നാണ്. അത് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യസാധാരണമായ ദൈവിക വാക്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അത് ദൈവികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞ ആളുകള് എന്നാ പിന്നെ അതൊക്കെ എന്താണ് എന്ന് പറയാൻ ബാധ്യസ്ഥരായിരുന്നല്ലോ. അയാൾ ഒരു കവിയാണ്, ഭ്രാന്തനാണ്, ആരോ മാരണം ചെയ്തിട്ടുണ്ട്, അയാൾ സിഹ്ർ ബാധിച്ച ആളാണ് തുടങ്ങിയിട്ടുള്ള ആരോ പിന്നെന്ന് ഒളിവില് രാത്രിയുടെ മറവില് സഹായിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരന്തരം അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ട് അവർ ആശയക്കുഴപ്പത്തിന്റെ പടുകുഴിയിൽ വീണു പോവുകയാണ് ചെയ്തത്. അത് സംബന്ധമായി അതേപോലെ തന്നെയാണ് പുനരുത്ഥാനം എന്ന വിഷയത്തെ കുറിച്ച് അവര് ഈ വലിയ ലബസിലും വലിയ സന്ദേഹത്തിലും ആശയക്കുഴപ്പത്തിലും ഒക്കെ ആയിട്ടുള്ളത്. പുനരുത്ഥാനം നിഷേധിക്കുന്ന ആളുകള് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ യുക്തിയിൽ രൂപപ്പെടുന്ന ചില ചോദ്യങ്ങളുടെ മുന്നിൽ വഴിമുട്ടും. ഭൂമിയിൽ നീതി നടപ്പാക്കപ്പെടുന്നില്ല
വലിയ അക്രമങ്ങൾ ചെയ്യുന്നവരായി പലരും വലിയ ദ്രോഹം ചെയ്തുകൊണ്ടും വലിയ ചൂഷണം നടത്തിക്കൊണ്ടും ഒക്കെ ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. അവർക്കിടയിൽ അവരുടെ കാര്യത്തിൽ നീതിപൂർവകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നത് മനുഷ്യനെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ നീതി നിഷേധിക്കുന്ന, അക്രമം ചെയ്യുന്ന, ദ്രോഹം ചെയ്യുന്ന ആളുകളുടെ കാര്യത്തില് നീതിപൂർവകമായ ഒരു നടപടി ഉണ്ടാകണം എന്നത് മനുഷ്യ മനസ്സിന്റെ ഒരു തേട്ടവുമാണ്. പക്ഷെ മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് തറപ്പിച്ചു പറയുന്ന ആളുകൾ, ജീവിതം മരണത്തോടു കൂടി അവസാനിക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ആളുകൾക്ക് ഈ നീതി നിഷേധത്തെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ജീവിതം എന്ത് അർത്ഥമാണ് യഥാർത്ഥത്തില്? മരണാനന്തരം ഒരു ജീവിതം ഇല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് എന്ത് അർത്ഥമുള്ള വിധത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യം ഉയരുമ്പോഴും അവർക്ക് ഒന്നും പറയാൻ കഴിയുകയില്ല. കാരണം ഇത് തീർത്തും നിരർത്ഥകമായ, യുക്തിരഹിതമായ ഒരു സംഗതിയാണ് മനുഷ്യ ജീവിതം എന്നത് സങ്കല്പിക്കേണ്ടി വരും. അപ്പൊ അതാണെങ്കിൽ മനുഷ്യ മനസ്സിന് തൃപ്തി ലഭിക്കുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ ഈ ആളുകള്, പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവര്, അതിനെ തുടർന്ന് അവരുടെ മനസ്സിലോ മറ്റുള്ളവർ ഉന്നയിക്കുന്ന വിധത്തിലോ ഉള്ളതായ ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ മുന്നിൽ പറിച്ചു പോവുകയും അവര് ആശയക്കുഴപ്പങ്ങളുടെ വലിയ ഗർത്തങ്ങളിലേക്ക് ചെന്ന് പതിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് സംജാതമാവുക. ഈ കാര്യമാണ് അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ നാല് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിലെ പരാമർശങ്ങളിലേക്ക് വരാം. കസബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു സംഗതിയാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലം വരെ മനുഷ്യ സമൂഹം ഒരൊറ്റ സമുദായമായിരുന്നു എന്നതാണ് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നമ്മളത് ആ ആയത്ത് പഠന വിധേയമാക്കിയതാണ്. കാനന്നാസു ഉമ്മത്തം വാഹിദ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഒരേ ഭാഷയും ഒരേ സംസ്കാരവും ഒരേ ദൈവിക പ്രവാചകന്റെ ആ സന്ദേശത്തിന്റെ അനുയായികളൊക്കെ ആയിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സമൂഹമാണ്. പക്ഷെ അവര് വഴിപഴച്ചു, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായി. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ താക്കീതുകളും അദ്ദേഹം അവരെ കേൾപ്പിച്ച സംഗതികളും ഒന്നും മുഖവിലൊക്കെ എടുക്കാൻ അവര് സന്നദ്ധരായില്ല. അവര് ധിക്കാരികളായിട്ട് നൂഹ് അലൈഹി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോയി. അള്ളാഹു അവരുടെ കാര്യത്തിൽ ഇടപെട്ടു. ഒരു വലിയ പ്രളയം, മനുഷ്യവാസമുള്ള സകല ഇടങ്ങളെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രളയം ഉണ്ടായി. ആ പ്രളയത്തില് നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം ആ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ കപ്പലിൽ കയറിയവരൊഴികെ ബാക്കിയുള്ളവരൊക്കെയും ആ പ്രളയത്തിൽ ഒടുങ്ങി തീർന്നു. ഇതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ അനുഭവം. അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ഖൗമു നൂഹ്, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ അസ്ഹാബുർ റസ്സും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അസ്ഹാബുർ റസ് എന്നത് വിശുദ്ധ ഖുർആനില് ആകെ 2 സന്ദർഭങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് റസ് സമൂഹം. അത് സൂറത്തുൽ ഫുർഖാനിലെ എന്ന് പറഞ്ഞാൽ 25-ാമത്തെ സൂറത്തിലെ 38-ാമത്തെ ആയത്തിൽ അങ്ങനെ ഒരു പരാമർശം കാണാം. അതിനുശേഷം പിന്നെ ഇവിടെ സൂറത്ത് ഖാഫില് അങ്ങനെ ഒരു പരാമർശമുണ്ട്. ഇതല്ലാത്ത വിവരങ്ങളൊന്നും അത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ ഒന്നും ലഭ്യമല്ല. മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഖുർആൻ ആയത്തുകൾ അവതരിച്ചിരുന്ന ഘട്ടത്തില് ആ സമൂഹത്തിന് അത്രയൊന്നും വിശദാംശങ്ങൾ പറയാതെ തന്നെ
അവരുടെ സ്മൃതി പദത്തിലുള്ള ഒരു സംഗതിയെ ഒന്ന് പരാമർശിച്ചാൽ തന്നെ കാര്യം മനസ്സിലാവുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിന്റെ കാര്യത്തില് ചരിത്രപരമായി മക്കയിലെ ഖുർആന്റെ ആദ്യത്തെ അഭിസംബോധിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന അവർക്ക് ഫെമിലിയർ ആയ ഒരു കൂട്ടരായിരുന്നു എന്ന് സങ്കല്പിക്കാൻ സാധ്യതയുണ്ട്. കാരണം രണ്ട് ഇടങ്ങളിലെ സമൂഹങ്ങളെയാണ് റസ് ആയിട്ട് പരാമർശിക്കപ്പെടുന്നത്. ഒന്ന് അറേബ്യയിലെ നജിദ് പ്രദേശത്തുള്ള ഒരു സമൂഹം, രണ്ടാമത്തത് ഉത്തര ഹിജാസിലെ വടക്കൻ ഹിജാസിലെ ഒരു സമൂഹമായിട്ട് പൗരാണിക കാലത്ത് ജീവിച്ചിരുന്ന ഒരു കൂട്ടർ. ഒന്നുകിൽ നജിദ് പ്രദേശത്തുള്ളവരാകാം, അല്ലെങ്കിൽ ഹിജാസിന്റെ വടക്കു ഭാഗത്തുള്ള അങ്ങനെ ഒരു പരാമർശം വരുന്ന ഒരു കൂട്ടരാവാം. ഇതാണ് രണ്ട് പരാമർശങ്ങൾ. അല്ലെങ്കിൽ ഈ റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അർറസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു സമൂഹം ഒന്നുകിൽ നജിദിൽ വസിച്ചിരുന്ന ഒരു കൂട്ടർ, അല്ലെങ്കിൽ ഈ ഹിജാസിന്റെ വടക്കു ഭാഗത്ത് വസിച്ചിരുന്ന ഒരു സമൂഹം. പൗരാണിക കാലത്തുള്ള ഒരു കാര്യമാണ്. അപ്പോ ഏതോ പഴയ പുരാണ കഥകളിലേതുപോലെ ഇങ്ങനെയുള്ള രണ്ട് സമൂഹങ്ങളെ കുറിച്ച് കേട്ടുകേൾവി ഉണ്ടായിരുന്നു അറേബ്യയിലെ ആളുകൾക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോറേഷനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകുമായിരുന്നു. ഇപ്പൊ നമ്മള് ഇപ്പോ ഒരു 100 വർഷം പിന്നിട്ടു നമ്മള് മലബാറിലെ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ ഉണ്ടായ പ്രക്ഷോഭത്തിന് മലബാർ സമരം എന്നോ മലബാർ യുദ്ധം എന്നോ മലബാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന ആ സംഭവം, അതിനെ കുറിച്ച് ചരിത്ര രേഖകളൊന്നുമില്ല, പുസ്തകങ്ങളോ സിനിമയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് സങ്കല്പിച്ചു നോക്കും. ഒരു 100-200 വർഷങ്ങളൊക്കെ പിന്നിടുന്നതോടുകൂടി അതിന്റെ രേഖകളൊന്നും ലഭ്യമല്ലാത്തൊരവസ്ഥയാകുമ്പോൾ ആ ചരിത്രം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പഴമക്കാർക്കൊക്കെ അത് അറിയാമായിരുന്നു, നമ്മള് അതിന്റെ രേഖകളൊന്നും സൂക്ഷിച്ചിട്ടില്ല, നമുക്കറിയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ നമുക്കും ഉണ്ടാവുള്ളൂ. ചരിത്രം അങ്ങനെയാണ്, അത് വലിയ ഗുണപാഠങ്ങൾ നൽകുന്ന സംഭവങ്ങളായതുകൊണ്ട് ചരിത്രം വളരെ പ്രാധാന്യപൂർവ്വം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് നമ്മൾ ആവർത്തിച്ച് നമ്മുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ചരിത്രം സംബന്ധമായി. ഖുർആന്റെ നിർദ്ദേശം തന്നെ അങ്ങനെയാണല്ലോ, സീറൂ ഫിൽ അർദി ഫൻദുറൂ കൈഫ കാന അഖിബത്തുൽ മുകസ്സിബീൻ എന്നൊക്കെ ഖുർആൻ ആവർത്തിച്ചു പറയുന്നത് കാണാം. അപ്പോ ഭൂമിയിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഭൂമിയിലെ പ്രകൃതി കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമല്ല, അത് ചരിത്രബോധമുള്ളവരാവാനും ചരിത്രം അറിയുന്നവരാകാനും വേണ്ടി ആണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ഫൻദുറൂ കൈഫ കാന അഖിബത്തുൽ മുകസ്സിബീൻ എന്ന ഭാഗം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഭൂമിയിലൂടെ സഞ്ചരിച്ച് സുന്ദരമായ കാഴ്ചകൾ കണ്ട് ആനന്ദിക്കൂ എന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് ചരിത്രബോധമുള്ളവരാകാൻ വേണ്ടിയാണ്. എന്തായാലും ഈ റസ് സമൂഹം ഒരുപക്ഷെ ഖുർആൻ അവതരിച്ച കാലത്തെ തലമുറക്ക് പരിചിതരാവണം. അവരുടെ രേഖകളിൽ നിന്ന്, ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് ഒന്നും അത് സംബന്ധമായ വ്യക്തമായ ഒരു വിവരം ലഭ്യമാവുന്നില്ല. പക്ഷെ ഉള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവര് നജിദ് പ്രദേശത്തുകാരോ അല്ലെങ്കിൽ ഹിജാസിന്റെ വടക്കൻ പ്രദേശത്തോ ഉണ്ടായിരുന്ന ഒരു കൂട്ടരാണ് എന്നതാണ്. അപ്പോ തങ്ങളുടെ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനെ തള്ളിക്കളയുക മാത്രമല്ല, ഒരു സ്രോതസ് അനുസരിച്ച് അവര് അദ്ദേഹത്തെ കിണറിൽ എറിഞ്ഞു കളയുക വരെ ചെയ്തു എന്നൊക്കെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോ പ്രവാചകന്മാരോട് വളരെ നന്ദികെട്ട വിധത്തിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ച ഒരു സമൂഹമായിരുന്നു ഈ അസ്ഹാബുർ റസ് എന്നതാണ് നമുക്ക് ചുരുക്കി അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊന്നും അസ്ഹാബുർ റസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ലഭ്യമല്ല എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള വലിയ പരിമിതി. എന്തായാലും ഈ സമൂഹത്തെ 2 തവണ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആകെ ആ പരാമർശങ്ങൾ മാത്രമാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് സംബന്ധമായിട്ട്.
അപ്പോ അസ്ഹാബുർ റസ്സും നൂഹ് സമൂഹത്തെ പോലെ തന്നെ നിഷേധികളായി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരെ തള്ളിക്കളയുന്നവരായി എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത് പരാമർശിക്കപ്പെടുന്നത് സമൂദിനെയാണ്. സമൂദ് നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സമൂഹമാണ്. വൈല സമൂദിൻ അഖാഹും സ്വാലിഹ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്. അറേബ്യയിലെ തബൂക്കിനോടടുത്ത അൽ ജൗഫ് പ്രദേശത്ത് ഹിജ്ർ എന്നും മദായിൻ സ്വാലിഹ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് മദീനയിൽ നിന്നൊരു 100-400 കിലോമീറ്റർ ഒക്കെ അകലെയായിട്ടുള്ള ഒരു ഇടം. അപ്പോ ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ്, അതും വളരെ പൗരാണികമായ കാലത്ത്, സമൂദ് എന്ന പേരിൽ ഖുർആൻ പരാമർശിക്കുന്നത്. അറേബ്യയിലെ ഏറ്റവും പൗരാണിക സമൂഹമായിട്ട് അറിയപ്പെട്ടിരുന്നത് ആദാണ്. അതുകൊണ്ടാണ് ഈ പൗരാണികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിന് അറബികൾ ആദിയാത്ത് എന്ന് പറയുന്നത്. നമ്മള് പുരാവസ്തു ഗവേഷണം, പുരാവസ്തു പഠനം എന്നൊക്കെ പറയുന്ന പോലെ അവര് പറയുന്ന ആദിയാത്ത്, ദിറാസത്തു ആദിയാത്ത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആദ് സമൂഹത്തെ പരാമർശിച്ചു കൊണ്ടുവന്ന പേരാണത്. അപ്പൊ ആദ് സമൂഹം ഏറ്റവും പൗരാണികരായ, അറേബ്യയിലെ ഏറ്റവും പൗരാണികരായ ഒരു സമൂഹമായിട്ടാണ്. ആദിന്റെ കാലശേഷമാണ് ഈ സമൂദ് സമൂഹം വലിയ പ്രതാപത്തില് തലയെടുപ്പോടുകൂടി നിലകൊള്ളുകയുണ്ടായത്. അപ്പോ സ്വാലിഹ് അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയക്കുകയുണ്ടായിരുന്നത് ഈ സമൂദ് സമൂഹത്തിലേക്കാണ്. അവരും പ്രവാചകന്മാരെ തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അവരും ഈ ഖൗമും നൂഹും അസ്ഹാബുർ റസ്സും ഒക്കെ പോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. വആദുൻ വഫിറഔനും, തുടർന്ന് അള്ളാഹു ആദിനെയാണ് പരാമർശിക്കുന്നത്. ആദാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ അറേബ്യയുടെ പരിസരത്ത് ഏറ്റവും പഴക്കമുള്ള ഒരു സമൂഹമായിട്ട്, ഏറ്റവും പൗരാണികരായ സമൂഹമായിട്ട് അറിയപ്പെടുന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ആദിന്റെയും നിലപാട്, ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. ഹൂദ് അലൈഹിസ്സലാമിനെ അവർ തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ തുടർന്ന് അവരുടെ കാര്യത്തിലും ദൈവിക ശിക്ഷ സംഭവിക്കുകയുണ്ടായി. ഇതാണ് ഖുർആൻ പലയിടങ്ങളിലായിട്ട് വ്യക്തമാക്കുന്ന ഒരു സംഗതി. ആദ് സമൂദ് സമൂഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിശദാംശങ്ങൾ ഖുർആനിൽ പലയിടങ്ങളിലും നൽകപ്പെടുന്നുണ്ട്. നമ്മളത് പലതും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പഠന വിധേയമാക്കിയിട്ടുള്ളതുമാണ് നേരത്തെ. അതുപോലെ ഫിറഔനും എന്നാണ് പരാമർശിക്കുന്നത്. ഇവിടെ ഫിറഔൻ ജനത എന്ന വിധത്തിലല്ല, ഫിറഔനെ മാത്രമാണ് പരാമർശിക്കുന്നത്. അപ്പൊ ഫിറഔനും ഒരാളാണല്ലോ, ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനപ്പേരാണത്. അപ്പോ ഫിറഔനും അങ്ങനെ തന്നെ ചെയ്തു എന്ന്. ഫിറഔൻ ആ സമൂഹത്തിന്റെ മേൽ സ്വന്തം അധികാരവും ഇച്ഛയും ഒക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നതിനാൽ ഈജിപ്തില്, പൗരാണിക ഈജിപ്തിന് ആകെ ഒരൊറ്റ സ്വരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫിറോവിന്റെ സ്വരമാണ്. ബാക്കിയുള്ളവരൊക്കെയും ഫിറോവിന്റെ സ്വരം എല്ലാവരെയും കേൾപ്പിക്കുന്ന വിധത്തിലുള്ള സ്വരങ്ങളായിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ടായിരിക്കണം ഇവിടെ ഫിറോവിന്റെ ആ അപ്രമാദിത്വം, മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ആ സ്വേച്ഛാധിപത്യപരമായ ആ നിലപാട്, മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകാതെ, യാതൊരു വിധത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള അവസരം നൽകാതെ അവരെ അടക്കി വാണുകൊണ്ടിരുന്ന ആ ഒരു നിലപാട് കാരണം അവിടെ ആ സമൂഹത്തെ പരാമർശിക്കുമ്പോൾ കുറ്റം മുഴുവനും ഫിറോവിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് എന്ന് പറയുന്നതിന് ഒരു ന്യായമുണ്ട്. പക്ഷെ അതിൽ അവസാനിക്കുന്നില്ല. ഖുർആൻ ഫിറോവിന്റെ ജനതയെ പരാമർശിച്ചുകൊണ്ടൊക്കെ വേറെ പലയിടങ്ങളിലും പറയുന്നുണ്ട്. മുഖ്യമായിട്ടും അവിടെ ആക്ഷേപത്തിന് ഇരയാവുന്നത് ഫിറോവിനാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോ ഫിറോവിനും അങ്ങനെ തന്നെ ചെയ്തു കളഞ്ഞു. ഫിറോൻ പരാമർശിക്കപ്പെടുമ്പോൾ ഫിറോൻ നിഷേധിച്ച പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമും അതുപോലെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹപ്രവാചകനായിട്ട് അല്ലാഹു നിയോഗിച്ചിരുന്ന
മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമുമാണ്. ഈ രണ്ട് പ്രവാചകന്മാരെയാണ് അവര് ഈ ഫിറഔൻ നിഷേധിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായത്. അതുപോലെ ഇഖ്വാനു ലൂത്തിന്റെ സഹോദരന്മാർ. ലൂത്ത് അലൈഹി ഇസ്ലാമിന് ഈ ജോർദാന്റെ പരിസരത്തുള്ള ചാവുകടലിനടിയിൽ താണുപോയ രണ്ട് പട്ടണങ്ങൾ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ, അത് സൊഡോം ഗൊമോറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ട് ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഈ പട്ടണങ്ങള് ലൂത്ത് അലൈഹി ഇസ്ലാമിന് വ്യക്തിപരമായി കുടുംബബന്ധോ രക്തബന്ധോ ഒക്കെ ഉള്ളവരാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവരുടെ ആ സമൂഹത്തിൽ നിന്നായിരിക്കണം ലൂത്ത് അലൈഹി ഇസ്ലാം വിവാഹം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇഖ്വാനു ലൂത്ത് എന്ന് അള്ളാഹു പരാമർശിക്കുന്നത്. ലൂത്തിന്റെ സഹോദരന്മാർ എന്ന വിധത്തില് ആ ജനതയെ പരാമർശിക്കുകയാണ്. അവരുടെയും കുറ്റം ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ധാരാളം വിശദാംശങ്ങളോടുകൂടി ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ പിന്നിട്ട സൂറത്തുകളിൽ അത്തരം വിശദാംശങ്ങൾ ധാരാളം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അവരും നിഷേധികളായി മാറിയത് കാരണം അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ്. അസ്ഹാബുൽ ഐക്ക വ ഖൗമു തുബ്ബ, രണ്ട് സമൂഹങ്ങളെ കൂടി അള്ളാഹുവിടെ പരാമർശിക്കുകയാണ്. ഒന്ന് ഐക്യവാസികൾ. ഐക്ക എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി ജംഗിൾ എന്നാണ്, കാട്, വനം എന്നാണ് അർത്ഥം. അപ്പോ വനപൂജകരായിരുന്ന ഒരു മരങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു ഗ്രൂവിനെ പൂജിച്ചിരുന്ന ഒരു കൂട്ടരാണ് ഈ ഐക്യവാസികൾ എന്ന് ചില ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഐക്യവാസികള് അസ്ഹാബുൽ ഐക്യത്ത് എന്ന് പറഞ്ഞാൽ ഐക്യത്തിലെ ആളുകൾ എന്നാണ് ആ പദം നൽകുന്ന സൂചന. കമ്പാനിയൻസ് ഓഫ് ദ വൂഡ് എന്നോ അല്ലെങ്കിൽ ഡ്വല്ലേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ് എന്നൊക്കെ പറയാവുന്ന, കാട്ടില് വസിച്ചിരുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ആ വനവാസം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കൂട്ടർ. അവര് ഈ ഷുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് പൊതുവെ മനസ്സിലാക്കപ്പെടാറുള്ളത്. അവര് ആ പ്രദേശത്ത് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മദിയൻ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു ജനത, മുഴുവനും അല്ല, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ ഖൗമിലെ ഒരു ഭാഗം, ഒരു പ്രദേശം ഈ ഐക്യവാസികളായിരുന്നു എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അവര് ഒരു ഇടതൂർന്ന വനം പ്രദേശത്തെ പൂജിച്ചിരുന്ന, അതിനെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നു. പ്രവാചകനെ അംഗീകരിക്കാനോ യുക്തിപൂർവകമായി കാര്യങ്ങളെ നോക്കിക്കാണാനോ കൂട്ടാക്കാതെ അവസാനം അവര് നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഖുർആനിലെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ ഐക്യവാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഐക്യ എന്ന പദം നൽകുന്ന അർത്ഥം വനം, കാട്, ഇടതൂർന്ന മരങ്ങളുള്ള ഇടം എന്നൊക്കെയാണ്. അപ്പോ ഇതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മദിയൻ സമൂഹം എന്നത് വലിയ കൊള്ളക്കാരൊക്കെ ആയ ആളുകള്, ഈ കച്ചവട യാത്രക്കാര് ചരക്കുകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു വലിയ പാതയോരത്താണ് ഈ കൂട്ടർ താമസിച്ചിരുന്നത്. അവര് അതിലൂടെ കടന്നു പോകുമായിരുന്ന കച്ചവടക്കാരെ അല്ലെങ്കിൽ ചരക്കുകളുമായി നീങ്ങുന്ന ആളുകളെ കൊള്ളയടിക്കുന്നൊക്കെ ഒരു പതിവുണ്ടായിരുന്ന കൂട്ടരായിട്ടൊക്കെയാണ് പരാമർശിക്കപ്പെട്ട് കാണുന്നത്. അപ്പൊ ഇതാണ് ഐക്യവാസികൾ, ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോ അസ്ഹാബുൽ ഐക്യത്തി വ ഖൗമു തുബ്ബ എന്നതാണ് പിന്നെ പരാമർശിക്കുന്നത്. തുബ്ബ ജനത എന്ന പേരിൽ ഫിറഔൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആ സമൂഹത്തിലെ ഭരണാധികാരിയുടെ ഒരു സ്ഥാനപ്പേരായിരുന്നു തുബ്ബ എന്നതാണ് പലയിടത്തും വിശദീകരണങ്ങളായിട്ട് നൽകപ്പെട്ട് കാണുന്നത്. പൗരാണിക യമനിലെ ഈ സബ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ബിൽഖീസ് രാജ്ഞിയുടെ ഷീബ രാജ്യം ഉണ്ടല്ലോ,
സബ എന്ന അറബിയിൽ ഖുർആൻ പരാമർശിക്കുന്ന ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു ജനത എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിമ്യർ സമൂഹത്തിൽപ്പെട്ട ഒരു, അല്ലെങ്കിൽ സബ എന്നോ ഷീബ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹം, ആ നാഗരികതയുടെ ആളുകളായിരുന്ന ഒരു കൂട്ടരാണ് ഈ ഖൗമു തുബ്ബഴുകാര് എന്ന് പറയുന്നത്. ഫിറോവിന്റെ ആളുകൾ എന്ന് പറയുന്ന പോലെ തുബ്ബഴിന്റെ ആളുകൾ. അപ്പോ ഇവര് അതൊരു വ്യക്തിയുടെ പേരല്ല, ഒരു സ്ഥാനപ്പേരാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. തുബ്ബ എന്നുള്ളത് ഫിറോവിൻ എന്ന പോലെ ഒരു സ്ഥാനപ്പേര്, സാർ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഷാ എന്നൊക്കെ ഈ പല ഡിനസ്റ്റീസിനും അങ്ങനെ പേരുകളുണ്ട്. അതുപോലെയുള്ള ഒരു പേരാണിത്. അപ്പൊ ഇവര് പൗരാണിക യമനില് അധിവസിച്ചിരുന്ന ഒരു കൂട്ടരാണ്. അത് ഒപ്പം ഫിറോവിൻ, അതുപോലെ റോമിലെ സീസർ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ചക്രവർത്തിമാര്, ഇതുപോലെയൊക്കെയുള്ള ഒരു പേരായിട്ടാണ് ഈ പൗരാണിക യമനിലെ ഈ സമൂഹത്തിന്റെ അധിപതിയായ ആള് അറിയപ്പെട്ടിരുന്നത്, ഈ തുബ്ബഴ എന്നാണ്. അപ്പൊ ഈ തുബ്ബഴുകാരുടെ അല്ലെങ്കിൽ തുബ്ബഴ് ജനത എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയൊക്കെയാണ് ഇത് സംബന്ധമായിട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോ അസ്ഹാബുൽ ഐക്കത്തി വ ഖൗമു തുബ്ബഅ, ഇവരൊക്കെയും തന്നെ പ്രവാചകന്മാരെ നിഷേധിക്കുകയുണ്ടായി. അതിന്റെ ഫലമായിട്ട് ഫഹഖ വഈദ്, നമ്മുടെ താക്കീത്, നമ്മുടെ ഭീഷണി അവരുടെ കാര്യത്തിൽ സത്യമായി പുലരുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു ഈ ആർഗ്യുമെന്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, അഫഅഈനാ ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പിൽ തന്നെ നമ്മളങ്ങ് തളർന്ന അവശരായി പോയോ, അതോ ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, മറ്റൊരു സൃഷ്ടിപ്പ് നടത്താൻ കഴിയുന്ന അതിന്റെ സാധ്യതയെക്കുറിച്ച് അവരാശയക്കുഴപ്പത്തിൽ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നത് തന്നെ ദൈവികമായി കാര്യങ്ങളെ മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നതിനുള്ള തെളിവായിട്ടാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സമൂഹം സത്യനിഷേധികളായി മാറുകയും അതിനെ തുടർന്ന് അവരെ അധാർമികത പിടികൂടുകയും ചെയ്യുമ്പോൾ, അവര് ധർമ്മച്യുതിയിൽ അകപ്പെടുകയും ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ആ സമൂഹം നശിപ്പിക്കപ്പെടുന്നു എന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഏത് സമൂഹത്തിന്റെ, ഏത് നാഗരികതയുടെ ചരിത്രം പരിശോധിച്ചാലും ആ ക്രമം അങ്ങനെയാണ്. ദൈവനിഷേധികളാകുന്നു, ദൂതന്മാരെ തള്ളിക്കളയുന്നവരായി മാറുന്നു, തുടർന്ന് മൂല്യമോ അല്ലെങ്കിൽ ധാർമ്മികതയോ വിലമതിക്കപ്പെടാത്ത ഒരു സംസ്കാരത്തിന്റെ ആളുകളായി മാറുന്നു. ആ സമൂഹം വലിയ അധമത്വത്തിലേക്ക് അല്ലെങ്കിൽ സാംസ്കാരിക ച്യുതിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ദൈവിക നടപടി അതിനെ തുടർന്ന് അവരുടെ മേലുണ്ടാകുന്നു, അവർ നശിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ എത്രയോ സമൂഹങ്ങൾ ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്നതാണ് ഖുർആൻ വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം. അപ്പോ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ദൂതന്മാരെ തള്ളിക്കളയുന്ന, അതുപോലെ ധാർമ്മികതയും സദാചാരവും കൈവെടിഞ്ഞ ഒരു സമൂഹം ധർമ്മച്യുതിയുടെ പടുകുഴിയിലേക്ക് പതിക്കുകയും തുടർന്ന് എന്തെങ്കിലും പ്രകൃതിക്ഷോഭമോ അതുപോലെയുള്ള സംഗതികളോ ഉണ്ടായി അവര് ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് ഈ പരാമർശിക്കപ്പെട്ട സമൂഹങ്ങളുടെയൊക്കെ ഒരു കോമൺ പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പല സമൂഹങ്ങളുടെയും കാര്യത്തിൽ. ഒരു സ്വേച്ഛാധിപതിയും ഒരു ദുർവൃത്തനുമായ ഒരു ഭരണാധികാരിയും ദീർഘകാലം അയാൾക്ക് എക്കാലത്തും അധികാരം വാഴുന്ന ഒരവസ്ഥ സാധിച്ചിട്ടില്ല. അയാളെ തകിടം മറിക്കുന്ന, അയാളുടെ അധികാരത്തെ തട്ടിത്തെറിപ്പിക്കുന്ന, അയാളുടെ സിംഹാസനത്തെ തകർത്ത് കളയുന്ന ആരെങ്കിലുമൊക്കെ രംഗത്ത് വരുന്ന ഒരു അനുഭവം നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ കഴിയും. എല്ലാ സ്വേച്ഛാധിപതികളുടെയും കഥ അങ്ങനെയാണ്. അവരുടെ ജീവിതകാലത്ത് തന്നെ തട്ടിത്തെറിപ്പിക്കപ്പെടുന്നു, വെല്ലുവിളിക്കപ്പെടുന്നു, തകർക്കപ്പെടുന്നു എന്നതാണ് ചരിത്രം. സമൂഹങ്ങൾക്കും ഇതുപോലെയുള്ള ഒരു കോമൺ പാറ്റേൺ ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട് എന്ന് കാണാൻ കഴിയും സമൂഹങ്ങളുടെ ചരിത്രത്തില്. ഇബ്നു ഖൽദൂൻ തന്റെ ചരിത്ര വിശകലനത്തില് വലിയ
ശ്രദ്ധയോടുകൂടി പഠന വിധേയമാക്കിയിട്ട് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു മേഖലയാണ്. അതായത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ മനുഷ്യ സമൂഹങ്ങളുടെ സാമൂഹ്യ ശാസ്ത്രപരമായ ഉത്ഥാന പതനങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു കോമൺ പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ദൈവനിഷേധികളായി മാറുന്ന ആളുകൾ പ്രവാചകന്മാരെ തള്ളിക്കളയുന്നതിനെ തുടർന്ന് അവരിൽ ധർമ്മച്യുതി സംഭവിക്കുന്നു, അധാർമികതയുടെ ആളുകളായി മാറുന്നു. അവർ നമ്മുടെ നാട്ടിലൊക്കെ പോലെയുള്ള മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അതുപോലെ മദ്യത്തിന്റെയും ഒക്കെ അടിമകളായിട്ടും അതുപോലെ ലൈംഗിക സദാചാരം കൈവെടിഞ്ഞിട്ടുള്ള കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ആളുകളായി മാറുകയും പിന്നെ ആശയക്കുഴപ്പങ്ങളുടെയും അതിസങ്കീർണമായ കുടുംബം തകരുന്ന, സമൂഹം തകരുന്ന അവസ്ഥകളിലേക്കൊക്കെ എത്തിപ്പെടുകയും പിന്നീട് എന്തെങ്കിലും പ്രകൃതിപരമായ ഒരു കാരണത്തിൽ അവര് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചിത്രം, ഒരു കോമൺ പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുന്ന, കാര്യങ്ങൾക്ക് ഒരു ചരടുവലി നടത്തുന്ന ഒരു റബ്ബുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന സാമൂഹ്യമായ ചരിത്രപരമായ ഒരു തെളിവായിട്ട് ഖുർആൻ പരാമർശിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് പാഠം ഉൾക്കൊള്ളുന്നവർ ഈ പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളട്ടെ എന്ന പരോക്ഷമായ ഒരു നിർദ്ദേശമാണ് അള്ളാഹു ഇവിടെ മക്കയിലെ സമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്നത്. നിങ്ങൾ നിഗളിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങളെപ്പോലെ നിഗളിച്ച പലരും എന്താണ് ഏറ്റുവാങ്ങിയത് ഒടുക്കം എന്നതൊന്ന് പഠിച്ചു നോക്കൂ. സമൂഹങ്ങളുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ പഠിച്ചോ എന്ന വിധത്തിലാണ് അള്ളാഹു കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ചില സമൂഹങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പഠിച്ചു നോക്ക് എന്ത് പറ്റി അവർക്ക് എന്നത്. ഇവർക്കൊക്കെയും കോമൺ ആയിട്ടുണ്ടായിരുന്ന ആ പാറ്റേൺ വളരെ ശ്രദ്ധാപൂർവം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.